നമ്മൾ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു കായികമാണ് കാൽപന്ത് കളി. കാൽപന്ത് കളിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. കാര്യം കാൽപന്ത് കളിയുടെ വിവരണങ്ങളോ കാൽപന്ത് കളിയുടെ ന്യൂസുകളൊക്കെ ലോകത്തിൽ വിവിധയിടങ്ങളിൽ നടക്കുമ്പോഴും അവിടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കഥാപാത്രമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. വേറൊന്നും കൊണ്ടുമല്ല, ഒന്നിനാലും വിചാരിക്കാതെ നനച്ചിരിക്കാത്ത ഒരു സമയത്ത് അൽ നാസർ എന്ന് പറയുന്ന സൗദി അറേബ്യൻ ഫുട്ബോൾ ക്ലബിനെ ലോക നിലവാരത്തിലേക്ക് ഉയർത്താൻ താൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ കഴിയും എന്നുള്ളത് തെളിയിച്ചുകൊണ്ട് നമ്മളെ അമ്പരപ്പിച്ചുകൊണ്ട് ഇന്നും ആ ജൈത്യയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. നേട്ടങ്ങൾ കൈവരിച്ചതും നേടിയതൊക്കെയും ഇന്നും മറന്നുപോകാതെ തന്നോട് ചേർത്ത് തൻ്റെ വ്യക്തിത്വമാകട്ടെ, തൻ്റെ സ്വഭാവ സവിശേഷതകളാകട്ടെ, ഇതൊക്കെ ലോകം എല്ലായിടത്തും ആളുകളിലെ സ്വാധീനിക്കത്തക്ക രീതിയിൽ താൻ ഇന്നും ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇന്നും ഈ ഒരു ലോകകപ്പിൻ്റെ സംസാരം നടക്കുമ്പോൾ നമ്മളിൽ ഈ ഒരു കഥാപാത്രത്തിൻ്റെ കളി അത് കാണാൻ തന്നെ ആഗ്രഹിച്ച് ഒരുപാട് പേര് ലോകത്തിൽ നിൽക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മലയാളികളായിരിക്കും നമ്മൾ പ്രത്യേകം ആവേശത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. കാരണം 2026 ലോകകപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിനെ നയിക്കുമ്പോൾ കിരീടം സ്വന്തമാക്കാൻ ആ പോർച്ചുഗൽ രാജ്യത്തിന് കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ തന്നെ മറ്റു ടീമുകളെയും ഒന്നും നമുക്ക് തള്ളിക്കളയാനാകത്തില്ല. കാരണം അവരും മികച്ച പ്രകടനം കാഴ്ചവെക്കും. ഒരു കാര്യം ഉറപ്പിക്കാം, കാൽപന്ത് കളിയുടെ എക്കാലത്തെയും സുവർണ കാലഘട്ടം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം ഒന്നിനു പിറകെ ഒന്നായിട്ട് നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴും സ്വഭാവ സവിശേഷതകളും മറ്റ് ഓരോ കാര്യങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ലോകത്തെ വീണ്ടും വീണ്ടും താൻ എന്തുകൊണ്ട് വ്യത്യസ്തനെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇക്കുറി ക്രിസ്ത്യാനോ റൊണാൾഡോ നമ്മളെ എല്ലാം അമ്പരപ്പിച്ചു മുന്നേറുമ്പോൾ നമ്മൾക്ക് പോർച്ചുഗൽ ടീമിനെ പൂർണ്ണ ഹൃദയത്തോടുകൂടി സപ്പോർട്ട് ചെയ്യാം.